പ്രണയം എന്നൊരു വാക്കിന് രൂപമുണ്ടെങ്കിൽ അത് താജ്മഹലാണ്. ലോകത്തെ സപ്താത്ഭുതങ്ങളിൽ ഒന്ന്. തൂവെള്ള മാർബിളിൽ രചിക്കപ്പെട്ട ഒരു മനോഹര പ്രണയകാവ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ടുള്ള മോണുമെൻറ്റ്. അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ വഹിക്കുന്ന താജ്മഹലിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് വാക്കുകൾക്ക് അതീതമാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഞാൻ നിങ്ങളെല്ലാവരെയും താജ്മഹലിലേക്ക് ക്ഷണിക്കുകയാണ്. താജ്മഹൽ യാത്രയെപ്പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിനെ പറ്റിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ കാണാം. താജ്മഹലിൻ്റെ ഈസ്റ്റ് ഗേറ്റിൽ നിന്നും കേവലം 100 മീറ്റർ മാത്രം അകലെയുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്, ഹോട്ടൽ ഷീല. വളരെ മനോഹരമായിട്ട് റൂംസൊക്കെ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആണ്. അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങൾ, ഇതിന് പുറകിലൊരു കാടുണ്ട്. അപ്പോൾ വളരെ ഫ്രഷ് ആയിട്ടുള്ള എയർ നമുക്ക് കിട്ടും. രാവിലെ അവിടെ നിന്നുള്ള കിളികളുടെ കളകളാരവും അതുപോലെ തന്നെ ആ മഞ്ഞിൻ്റെ തണുപ്പും ഉദയസൂര്യൻ്റെ ഊഷ്മളതയും എല്ലാം നമുക്കിവിടെ കിട്ടും. താജ്മഹൽ സ്ട്രീറ്റിനുള്ളിൽ തന്നെയാണ് ഈ ഹോട്ടൽ. സമയം രാവിലെ 7:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് താജ്മഹലിലേക്ക് കയറാൻ പോവാണ്. താജ്മഹലിൻ്റെ എൻട്രി ഓപ്പൺ ആക്കുന്നത് സൂര്യോദയം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് മുന്നേ തന്നെ നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ്, 6 മണി സമയം കണക്കാക്കുക, 6 മണി മുതൽ നമുക്ക് ടിക്കറ്റ് അവിടെ എടുക്കാൻ പറ്റും. 6 മണി മുതൽ ടിക്കറ്റ് എടുത്ത് നമുക്ക് എൻട്രി ഉണ്ട്. പക്ഷേ 6 മണി സമയത്തൊന്നും നമുക്ക് അത്ര വെളിച്ചം വരില്ല. കാര്യം ഡൽഹിയാണ്, നമ്മുടെ കേരളത്തിലെ പോലെയല്ല. കുറച്ച് ലേറ്റായിട്ടാണ് വെട്ടം വീഴുന്നത്, പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ താജ്മഹൽ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ടത് താജ്മഹലിൻ്റെ ഈസ്റ്റേൺ ഗേറ്റാണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കറങ്ങി ഇതുവഴി തന്നെയാണ് തിരിച്ചു വരുന്നത് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് താജ്മഹലിലെ തെരുവ് കാഴ്ചകൾ കാണാം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ബാറ്ററി റിക്ഷകളും അതുപോലെ തന്നെ ഈ കടകളൊക്കെ തുറന്നു വരുന്ന സമയമായതുകൊണ്ട് തന്നെ കടകളുടെ സെയിൽസ്മാൻമാർ നമ്മുടെ പുറകെ നടന്ന് തിരിച്ചു വരുമ്പോൾ, താജ്മഹൽ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ കട ഇവിടെ ഉണ്ട്, കടയിൽ വന്ന് കയറി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വന്ന് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അതെല്ലാം കടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ടിക്കറ്റ് എടുക്കാനാണ് ആദ്യം പോകുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് അല്ലാതെ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ രാവിലെയൊക്കെ വരികയാണെങ്കിൽ ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി സ്റ്റേ ചെയ്തിട്ട് രാവിലെ താജ്മഹൽ കാണുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. വലിയ തിരക്കൊന്നും കാണില്ല. ആ ഒരു പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ താജ്മഹലിൽ വന്ന് പതിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു പ്രത്യേക ഫീലാണ്. ഈ സ്ട്രക്ചേഴ്സിനെ പറ്റിയൊക്കെ ഞാൻ ഇന്നലെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ടോംബാണ്, പക്ഷേ നമുക്ക് അകത്തോട്ട് പ്രവേശനമില്ല. അത് ഷാജഹാൻ്റെ മറ്റൊരു ഭാര്യയായ സിർഹിന്ദി ബീഗത്തിൻ്റെ ടോംബാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഗേറ്റ് വഴി അകത്ത് കയറുമ്പോൾ ആദ്യം വരവേൽക്കുന്നത് അത് തന്നെയാണ്. ഇനി നമുക്ക് മൊത്തത്തിൽ ഈ കോർട്ട് യാർഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഗൈഡ് വേണോ ചോദിച്ചിട്ടുള്ള ഇതുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഡോർ വഴിയാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. ഇതൊരു ഗേറ്റ് വേ ആണ്. അപ്പോൾ ഇത് കടന്നാണ് നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇതിനുള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും ചെറിയ രീതിയിൽ. ഈ ഒരു ഔട്ടർ സ്പേസിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വൈബ്രേഷൻ അറിയാൻ പറ്റും വളരെ വ്യക്തമായിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾ കണ്ടത് സൗത്ത് ഗേറ്റ് ആണ്. നമ്മൾ പുറത്ത് പോകുന്നത് ആ വഴിയായിരിക്കും. അവിടെയാണ് കരകൗശല വസ്തുക്കളും സ്വീറ്റ്സും ആഗ്ര പേടയൊക്കെ ഉള്ളത്. താജ്മഹലിനുള്ളിലേക്ക് കയറാണ്. മാസീവ് സ്ട്രക്ചർ, ഒന്നും പറയാനില്ല. ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആർക്കിടെക്ചറൽ പീക്ക് കാണാൻ. അറബിസ്ക് പെയിൻറ്റിങ്, ജാലി അറബിസ്ക് പെയിൻറ്റിങ്, പിറ്റി ഡുറ വർക്കുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിറ്റി ഡുറ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചിത്രപ്പണി, അതായത് പൂവിൻ്റെയും ചെടികളുടെയൊക്കെ പടം വരയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ ടീം. ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും നമ്മളാണ് താജ്മഹൽ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് താജ്മഹൽ കാണുന്നത്. അപ്പോൾ ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഏരിയയുടെ സ്ട്രക്ചറിലേക്ക് പോകാം. ഒരുവിധം എല്ലാ മുഗൾ മോണുമെൻറ്റ്സിലും കാണുന്നത് പോലെ തന്നെ ഒരു ചാർബാഗ സ്റ്റൈലിലാണ് ഇതിൻ്റെ പൂന്തോട്ടം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ നടുക്ക് ഒരു വലിയ കുളവും അതിനു ചുറ്റും ധാരധാരയായിട്ട് വെള്ളം പോകാനായിട്ട് ഒരു ക്രോസ് ആകൃതിയിൽ ഇപ്പോൾ നിങ്ങളെ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒരു നദി ഒഴുകുന്ന പോലെ വെള്ളം ചാലായിട്ട് കയറിവിട്ടിട്ടുണ്ട്. സാധാരണ മുഗൾ ടോംബ്, അതായത് ഈ ഹുമയൂൺ ടോംബിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടിട്ടാണ് താജ്മഹൽ ശരിക്കും നിർമ്മിച്ചിട്ടുള്ളത്. വേറെ ഒരുപാട് മോണുമെൻറ്റ്സിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഹുമയൂൺ ടോംബൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടുക്കുള്ള ഈ പോണ്ടിരിക്കുന്ന സ്ഥലത്താണ് മെയിൻ ടോംബ് വരുന്നത്. പക്ഷേ താജ്മഹൽ എങ്ങനെയാണ് പണിതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യമുന നദിയോട് ചേർത്ത്, യമുന നദിയുടെ ഒരു വളവിൽ ആണ് ഈ താജ്മഹൽ പണിതിട്ടുള്ളത്. അതും ഈ പൂന്തോട്ടത്തിന് നടുക്ക് മാറി അങ്ങേ അറ്റത്താണ്.
നടുക്കല്ല ഈ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഈ പൂന്തോട്ടത്തിൻ്റെ. സാധാരണ എല്ലാ മുഗൾ വാസ്തുവിദ്യയിലും നടുക്കാണ് മെയിൻ ടോംബ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും അറ്റത്താണ്, ഈ കോമ്പൗണ്ടിൻ്റെ ഏറ്റവും അറ്റത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അത് മേ ബി യമുന നദിയുടെ ആ ഒരു അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താജ്മഹൽ പണിയാൻ വന്ന പണിക്കാരും എഞ്ചിനീയേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഈ മെയിൻ ഗേറ്റ് വഴിയാണ്, നമ്മൾ കണ്ട സദേൺ ഗേറ്റ്, ഈസ്റ്റേൺ ഗേറ്റ് വഴിയാണ്. പക്ഷേ ഷാജഹാനും അദ്ദേഹത്തിൻ്റെ കുടുംബവും വന്നിട്ടുണ്ടായിരുന്നത് യമുന നദി വഴിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യമുന നദിക്ക് വളരെ അടുത്ത് തന്നെ ഈ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ നമ്മൾ വന്ന് കയറിയിട്ടുള്ള ആ ഒരു ഗേറ്റ് വേ ആണ് ഈ കാണുന്നത്. ഫ്രണ്ടിൽ എങ്ങനെയാണോ അത് പണി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബാക്ക് സൈഡും ഉള്ളത്. ശരിക്കും ഒരു സിമ്മട്രിക്കൽ സ്ട്രക്ചറാണ്. ഈ ഗേറ്റ് വേ ആയിരുന്നാലും താജ്മഹൽ ആയിരുന്നാലും എല്ലാം ഒരു സിമ്മട്രിക്കലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ബാക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഫ്രണ്ടും. അതുപോലെ തന്നെ ഈ സ്ട്രക്ചറിന് നടുക്കൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും സെയിം ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. ഒരു വ്യത്യാസം അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെയാണ് നമ്മൾ കയറി വരുമ്പോൾ താജ്മഹലിൻ്റെ വ്യൂ വരുന്നത്. ആ ഒരു കയറി വരുമ്പോൾ കിട്ടുന്നൊരു ഫീല് അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ്. നമ്മൾ വന്ന സമയം പ്രോപ്പറാണ്. ഭാഗ്യത്തിന് ഈ മൂടൽ മഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം ചെറിയ ഇളം വെയിലുള്ളത് കൊണ്ട് തന്നെ താജ്മഹൽ അത്യാവശ്യം പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളിൽ തിളങ്ങി നിൽപ്പുണ്ട്. അങ്ങനെ താജ്മഹൽ കാണാൻ പറ്റിയ സന്തോഷത്തിലാണ് ഞങ്ങൾ. ഇത്രയും നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കാര്യം രാവിലെ വരുമ്പോൾ തിരക്ക് കുറവാണെന്ന് അറിയായിരുന്നു. പക്ഷേ ഇത്ര ക്ലാരിറ്റിയിൽ താജ്മഹൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന വ്യൂ ആണ് മോർണിംഗ് വ്യൂ താജ്മഹലിൻ്റെ. അധികം തിരക്കൊന്നുമായി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് മുന്നിലേക്ക് നീങ്ങാം. നമ്മൾ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ ഗൈഡുമാർ നിന്നിരുന്നു, ഗൈഡൻസ് വേണമെന്ന് ചോദിച്ചിട്ട്. അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫർമാരുടെ ഒരു കൂട്ടത്തിനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വീണ്ടും പോവുകയാണ്. വളരെ നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോട്ടോസ് അവരെടുത്ത് തരും. വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു തരും. താഴോട്ടിറങ്ങിയിട്ടുള്ള വീഡിയോ എടുക്കാം. താഴോട്ടിറങ്ങി ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് താജ്മഹലിൻ്റെ മുന്നിലുള്ള ഫോട്ടോസ് എല്ലാവരും എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും. ഞങ്ങളും ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞങ്ങളതോട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. ഇവിടെ പക്ഷേ ഭയങ്കര തിരക്കാണ്, ആൾക്കാരുണ്ടാവും. താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ എത്തി. അങ്ങനെ നേരത്തെ താജ്മഹലിൻ്റെ ഗോപുരം, ആൾക്കാരൊക്കെ നിൽക്കുന്ന പീഠം, അത് കഴിഞ്ഞാൽ അതാ വീണ്ടും താജ്മഹലിൻ്റെ ഫ്രണ്ട്. ആൾക്കാരിവിടെ നല്ല ബഹളമാണ്, ഓരോരുത്തരും പരസ്പരം സംസാരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അതും കൂടെ ഉണ്ടെങ്കിലേ ആ ഒരു ഫീലും ഇമ്പാക്റ്റും ഉണ്ടാവുള്ളൂ നമ്മളിവിടെ നിൽക്കുമ്പോൾ. ആ സൈഡിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, മഞ്ഞ് കണ്ടോ? ആ സൈഡിൽ മഞ്ഞ് കൂടി കൂടി വരികയാണ് അപ്പുറത്തെ ഗേറ്റിൽ. അടുത്തതുപോലെ താജ്മഹലിൻ്റെ ഇങ്ങ് ഗേറ്റിലും മഞ്ഞ് കൂടി കൂടി വരുന്നുണ്ട്. നമ്മളിതാ അകത്തേക്ക് കയറുകയാണ്. അപ്പുറത്തെ ഗേറ്റിൽ ഫുള്ള് മഞ്ഞ് കാരണമൊന്നും കാണാൻ വയ്യ, മഞ്ഞാണ് ഫുള്ള്. ആ ഗേറ്റ് ഒന്നും കാണുന്നില്ല. ഓ സീൻ. വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ് താജ്മഹലിൻ്റെ. ഒരിക്കലും ഞാൻ ഇത്ര ഭംഗി പ്രതീക്ഷിച്ചിട്ടില്ല, ഇത്ര അടുത്ത് കണ്ടിട്ടുമില്ല. അടുത്ത ഗേറ്റ് എത്തി. ഒമ്പത് മണിയാവണോ? ഇന്നിത് മാത്രം കണ്ടാലും നഷ്ടമൊന്നുമില്ല. ഓ മൈ ഗോഡ്, ഫുൾ മഞ്ഞെന്ന് വെച്ചാൽ നല്ല തണുപ്പ്. പിന്നെ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. പിന്നെ ഇതുപോലെ കാലിലിടുന്ന ഈ സാധനം, ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടും. വെളിയിൽ നിന്നൊന്നും വാങ്ങേണ്ട കാര്യമില്ല. വെളിയിൽ നിന്ന് ഒക്കെ പറയും ആൾക്കാർ. ഇവിടെ ഫ്രീ ആണ്. 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുക. പിന്നെ ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ആ സാധനം കിട്ടും. അതിടുക, കാലിലിടുക, പോവുക.
നമ്മൾ വന്ന സമയത്ത് നല്ല ക്ലിയർ ക്ലൈമറ്റ് ആയിരുന്നു, എല്ലാ വീഡിയോസും സൂപ്പറായിട്ട് എടുക്കാൻ പറ്റി. ഇപ്പം എന്താ ഫുൾ മഞ്ഞായി, നേരെ ഒന്നും ക്ലിയറായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. ഇതാണ് മ്യൂസിയം, താജ് മ്യൂസിയം. നമ്മൾ താഴോട്ട് നടന്ന് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയിലോട്ട് പോവാം. ഇനി നടന്ന് തിരിച്ച് വീണ്ടും കറങ്ങി നമുക്ക് ഫ്രണ്ടിൽ പോകണം. എന്നിട്ട് വേണം കറങ്ങി വരാൻ. ദൈവമേ, 1 കിലോമീറ്റർ വെറുതെ ചുറ്റി. മെഹ്മാൻ ഖാന എന്ന് പറഞ്ഞ സ്ഥലമാണിത്. കൊള്ളാം. താജ്മഹൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റും. വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല, മറ്റേ ആൾക്കാരൊന്നുമില്ല ഫ്രണ്ടിലുള്ള. മെഹ്മാൻ ഖാനയ്ക്കകത്ത് നിന്ന് ഉള്ള വ്യൂ ആണിത്. ആണ് മെഹ്മാൻ ഖാന. എന്തായാലും മുഗൾ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും എപ്പിറ്റം സാധനങ്ങളാണ് ഇതെല്ലാം. അകത്തും അതുപോലെ തന്നെ ഡോംബൊക്കെ ഉണ്ട്. മെഹ്മാൻ ഖാന ആണ് മെഹ്മാൻ ഖാന. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിൻ്റെ ചെറിയൊരു ചരിത്രം കൂടെ പറയാം. ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ പത്നിയായ മുംതാസ് മഹലിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ഒരു മോണുമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു ടോംബാണിതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് മുമ്പ് ആരാണ് ഷാജഹാൻ, ആരാണ് മുംതാസ് ബീഗം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഒന്നിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ, അവരുടെ ഒരു ലവ് സ്റ്റോറി. മഹാനായ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൻ്റെ പുത്രനായിരുന്നു ഖുറം രാജകുമാരൻ. ജഹാംഗീർ ചക്രവർത്തിയുടെ ഒരു നോബിളിൻ്റെ മകളായ അഞ്ജുമൻ ബാനു ബീഗത്തിനോട് ഈ ഖുറം രാജകുമാരന് ഒരു ഇഷ്ടം തോന്നുകയാണ്. ജാതകത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ കല്യാണം 2-3 വർഷം, ഈ പ്രേമത്തിന് 2-3 വർഷം നീണ്ടു പോവുകയുണ്ടായി. അതിനിടയ്ക്ക് ഷാജഹാൻ വേറൊരു കല്യാണം കഴിച്ചു. രണ്ടാമതായിട്ടാണ് അഞ്ജുമൻ ബാനു ബീഗത്തിനെ കല്യാണം കഴിക്കുന്നത്. കല്യാണശേഷം മുഗൾ രാജകുടുംബം അഞ്ജുമൻ ബാനു ബീഗത്തിന് പുതിയൊരു നാമകരണം നടത്തി. അങ്ങനെയാണ് മുംതാസ് മഹൽ, അതായത് കൊട്ടാരത്തിൻ്റെ രത്നം എന്ന പേരിട്ടത്. അങ്ങനെ 1612 ഖുറം രാജകുമാരൻ്റെയും അഞ്ജുമൻ ബാനു ബീഗത്തിൻ്റെയും കല്യാണം കഴിയുകയുണ്ടായി. 1628 ആയപ്പോഴേക്കും ഷാജഹാൻ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കിരീടവും ചെങ്കോലും അദ്ദേഹത്തിൻ്റെ അച്ഛനായ ജഹാംഗീറിൽ നിന്ന് ഏറ്റുവാങ്ങി. അപ്പോൾ ഖുറം രാജകുമാരൻ്റെ പേരും മാറ്റി ഷാജഹാൻ എന്നാക്കി, അതായത് ലോകത്തിൻ്റെ ചക്രവർത്തി. രാജാവായി ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് താങ്ങാനാവാത്തൊരു ദുഃഖം മനസ്സിലുണ്ടായി. 1631 തൻ്റെ 14ാമത്തെ പ്രസവത്തോടു കൂടി മുംതാസ് മഹൽ അന്തരിച്ചു. രാജ്യകാര്യങ്ങളിൽ ഷാജഹാനോടൊപ്പം തോളോട് തോള് നിന്ന രാജ്ഞിയാണ് അന്തരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദിവസങ്ങളോളം മുറിക്ക് പുറത്തിറങ്ങാതെ മുറിക്കകത്ത് തന്നെ ഇരുന്നു. ദുഃഖം സഹിക്കാനാവാതെ തൻ്റെ പ്രിയ പത്നിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഷാജഹാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മുംതാസ് മഹലിൻ്റെ അന്ത്യാഭിലാഷമായ ഒരു പ്രേമസൗധം പണിയാൻ ഷാജഹാൻ തീരുമാനിച്ചു. അങ്ങനെ 1632 തന്നെ ഷാജഹാൻ താജ്മഹലിൻ്റെ പണി ആരംഭിക്കുന്നു. ഉസ്താദ് അഹമ്മദ് ലഹോറി അല്ലെങ്കിൽ ഉസ്താദ് ഈസയാണ് ഇതിൻ്റെ മുഖ്യ ശില്പിയായിട്ടുണ്ടായിരുന്നത്. 1648 താജ്മഹലിൻ്റെ പണി പൂർത്തിയാവുകയും മുംതാസ് ബീഗത്തിൻ്റെ ശവകുടീരം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അതിനിടയിലൊരു കാര്യം, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ മഞ്ഞ് മൂടിയിരിക്കുന്ന സ്ഥലം ശരിക്കും പറഞ്ഞ യമുന നദിയാണ്. നമുക്ക് യമുന നദി കാണാൻ പറ്റിയില്ല, കാര്യം ഫുൾ സ്മോഗ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇത് അതിനകത്തുള്ള മോസ്കാണ്. ഇത് താജ്മഹൽ കോംപ്ലക്സിനുള്ളിലെ മോസ്കാണ്. അപ്പോൾ ഈ മോസ്കിലേക്ക് നമുക്ക് കയറണമെങ്കിൽ 12 മണി മുതൽ 2 മണി വരെ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതെന്തായാലും ഓപ്പൺ അല്ല. ഇത്രയും മനോഹരമായ ഒരു സൗധമാണെങ്കിൽ പോലും താജ്മഹൽ എപ്പോഴും വിവാദത്തിലായിരുന്നു. താജ്മഹലിൻ്റെ ഉള്ളിൽ ഒരു 22 രഹസ്യ അറകളുണ്ടെന്നും അതിൽ മുൻപ് ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ, അതായത് പൊളിക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ 22 റൂമിൻ്റെയും ചിത്രങ്ങളെടുത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതുവഴി ആ കേസ് തള്ളിപ്പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ശരിക്കും ഉണ്ടായിട്ടില്ല. ഇനി രണ്ടാമതായിട്ട് താജ്മഹലിനെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും വലിയ മിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണി കഴിഞ്ഞ ഉടനെ ഇവരുടെ എല്ലാം, അതായത് പണി ചെയ്ത ആൾക്കാരുടെ എല്ലാവരുടെയും കൈകൾ ഷാജഹാൻ ചക്രവർത്തി വെട്ടിക്കളഞ്ഞു എന്നാണ്. അതും ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താജ്മഹലിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരത്തെ പറഞ്ഞ കൈവെട്ട് കേസിനെ പറ്റിയുള്ള ഒരു പ്രൂഫ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഇങ്ങനെയാണ്: 1507 തന്നെ ഷാജഹാൻ ചക്രവർത്തി താജ് ഗഞ്ച് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന നിർമ്മാണ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നഗരം പണിയുകയുണ്ടായി. അപ്പോൾ ആ നഗരത്തിൽ താമസിക്കാനുള്ള ആൾക്കാർ വീണ്ടും ശില്പ ജോലികൾ ചെയ്ത് തന്നെയാണ്
കുടുംബം പുലർത്തിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൈകളുണ്ടായിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ അത് ഒരു ശുദ്ധ അസംബന്ധമാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ നമ്മൾ സദേൺ ഗേറ്റ് വഴി പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തെത്തിയ ഉടനെ തന്നെ നമ്മൾ പുറത്ത് ഇതുപോലെയുള്ള മാർബിൾ ആർട്ടിഫാക്ട്സ് വിൽക്കുന്ന കടകളാണ്. അതുപോലെ തന്നെ വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയാം. നമ്മൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ വില കൂടിയ സാധനങ്ങളുണ്ട്. 10,000-2,000 രൂപയ്ക്കൊക്കെ മാർബിളിൻ്റെ ശില്പങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാർബിളിൽ തന്നെ ചെയ്തതായിരിക്കും. പക്ഷേ 100-നും 200-നും 500-നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ മിക്കവാറും വെള്ള സോഫ്റ്റ് സ്റ്റോണിൽ ചെയ്തിട്ടുള്ളവയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ശരിക്കും പറഞ്ഞാൽ മാർബിൾ പോലെ ഇരിക്കുമെങ്കിലും അത് മാർബിളല്ല. ഈ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിയിലത്തെ തട്ട് മാത്രമേ മാർബിളുള്ളൂ, അതിന് മേളിലോട്ടുള്ളത് മാർബിളല്ല. അത് ചോക്ക് പോലെയാണ്, നമുക്കത് ഒടിച്ചു കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റും. ഇതാണ് നമ്മൾ രാവിലെ കണ്ട സ്ട്രീറ്റ് വ്യൂ. ഇപ്പോൾ സ്ട്രീറ്റ് ഒന്ന് ആക്റ്റീവായിട്ടുണ്ട്, ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ഏകദേശം 9-9:30 മണിയായി കാണും. അപ്പോൾ നമ്മളങ്ങനെ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി തിരിച്ച് റൂമിൽ പോയിട്ട് അടുത്ത ആഗ്ര ഫോർട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ താജ്മഹലിനെ പറ്റിയുള്ള 1-2 മിത്തുകൾ നമ്മൾ ബസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. ഇതൊരു ഹിന്ദു ക്ഷേത്രം തകർത്തതാണെന്നോ ജയ്പൂർ രാജാവിൻ്റെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് കേസുകൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കേസെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കോടതിയുടെ ഭാഗം. ഞാനും പണ്ട് പഠിച്ചിരുന്ന സമയത്ത് വിചാരിച്ചിരുന്നത് ഷാജഹാൻ ചക്രവർത്തി ഭയങ്കര ക്രൂരനായിരുന്നു, അദ്ദേഹം ഈ കൈകൾ വെട്ടിയിട്ടുണ്ട് ഈ പണിക്കാരുടെയൊക്കെ, അങ്ങനെയൊക്കെ. ഇവിടെ നമുക്ക് പോട്ട് ചായയൊക്കെ കിട്ടും, അതായത് മൺകപ്പിൽ ചായ കുടിക്കാം, റീയൂസബിൾ കപ്പ്. ഷാജഹാൻ തൻ്റെ അവസാന നാളുകളിൽ ഔറംഗസീബിനാൽ തടവിലാക്കപ്പെട്ട് ആഗ്ര ഫോർട്ടിലായിരുന്നു. അവിടെ ജാസ്മിൻ മഹൽ എന്ന് പറയുന്ന ഒരു ബാൽക്കണിയിലാണ് അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താജ്മഹലിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു ദൂരക്കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുകൂടെ കാണാൻ ഞങ്ങൾ പോവുകയാണ് എന്തായാലും. തൻ്റെ മനോഹര സൃഷ്ടി കണ്ട് അവസാന നാളുകൾ ചെലവഴിക്കാനാണ് ഷാജഹാൻ ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ തന്നെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഖബറിടം മുംതാസ് മഹലിനോട് ചേർന്ന് താജ്മഹലിനുള്ളിൽ തന്നെ സ്ഥാപിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അകത്ത് താജ്മഹലിൻ്റെയും മുംതാസ് ബീഗത്തിൻ്റെയും ശവകുടീരങ്ങൾ ഒന്നിച്ചാണ് ഉള്ളത്. ഇതാണ് നമ്മൾ രാവിലെ കണ്ട ഈസ്റ്റ് ഗേറ്റ്. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. അപ്പോൾ ഫോറിനേഴ്സും ഇന്ത്യക്കാരും എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ കണ്ടതിൽ നിന്നും നല്ല എൻറ്റയർ ഡിഫറെൻറ്റ് വ്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. നല്ല തിരക്കായിട്ടുണ്ട് സ്ട്രീറ്റൊക്കെ. അപ്പോൾ താജ്മഹലിൽ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ സമപ്പ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ആഗ്ര കാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താജ്മഹലിൽ എത്താൻ ഏറ്റവും എളുപ്പം ഒരു ഊബർ വിളിക്കുക എന്നുള്ളതാണ്. അതാകുമ്പോൾ ഒരുവിധം നല്ല റേറ്റിൽ നമുക്കിവിടെ എത്താൻ പറ്റും. രണ്ടാമത്തെ കാര്യം, താജ്മഹലിൻ്റെ ഓപ്പണിംഗ് ആണ്. അത് രാവിലെ സൂര്യോദയത്തിന് മുന്നേ ഓപ്പൺ ചെയ്യുമെന്നാണ്. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ടിക്കറ്റ് അവൈലബിളായി തുടങ്ങും. മൂന്നാമതായി, ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നും വാങ്ങാം. രാവിലെയൊക്കെ ആണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. നാലാമത്തെ കാര്യം, ഇവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് മാർബിൾ ആർട്ടിഫാക്ട്സ് നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ നന്നായിട്ട് നോക്കി തന്നെ വാങ്ങണം. പിന്നെ പരമാവധി താജ്മഹലിൻ്റെ പൂർണ്ണ ചരിത്രം അറിഞ്ഞ് താജ്മഹൽ കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. വെറുതെ ഒരു മാർബിൾ മോണുമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഫീല് കിട്ടില്ല. പിന്നെ ഇതിനകത്തുനിന്ന് പുറത്ത് തന്നെ ഇതുപോലെയുള്ള ബാറ്ററി വണ്ടികളുണ്ട്, അല്ലെങ്കിൽ ബാറ്ററി റിക്ഷകൾ കിട്ടും. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.